ഹലോ കൂട്ടുകാരെ, നമുക്ക് ബാക്കി വരുന്ന ഇഡലി വെച്ചിട്ട് നല്ലൊരു മസാല ഇഡലി തയ്യാറാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ നാടൻ സ്റ്റൈലിലൊരു മസാല ഇഡലി തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഡലി എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ടൈപ്പുള്ള ഇഡലിയാണ്, ഒരുപാട് വലിയ ഇഡലിയൊന്നും അല്ല. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മൾ വറുത്തെടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചെറുതാക്കി പോയി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകുക. അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് എടുക്കാൻ വേണ്ടി നോക്കണേ. അതിനുശേഷം ഞാനിവിടെ വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ നല്ലപോലെ മുക്കി പൊരിച്ച് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വറുത്തെടുക്കുവാണ്. അപ്പോൾ നല്ലതുപോലെ കളറൊന്നും ചേഞ്ച് ആവത്തില്ല. നമ്മൾ മുക്കി പൊരിച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല ചുമന്ന കളറിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓവറായിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുവാണ്. പിന്നെ വറുത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതിയേ. ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലപോലെ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അതിനുശേഷം ആ എണ്ണയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ വറുത്ത എണ്ണയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് നമ്മുടെ കടുകും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും ചേർത്ത് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ സവാളയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അതും കൂടി വഴറ്റിയെടുക്കണേ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഒരുപാട് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഡലിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ഇഡലിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരും കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് ഇതിനകത്തേക്ക് മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയില കുറച്ച് തൂവി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ചുവ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. അത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ടിട്ട് കഴിക്കാൻ കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.